അഫ്ഗാനിസ്ഥാനുമായി പാകിസ്ഥാൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണിത്. അതിർത്തിയിലെ മാസങ്ങളായുള്ള സംഘർഷങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി അഫ്ഗാനിസ്ഥാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂൾ, താലിബാന്റെ ശക്തികേന്ദ്രമായ കാണ്ഡഹാർ, പക്തിക പ്രവിശ്യ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ കനത്ത വ്യോമാക്രമണം നടത്തി. വ്യാഴാഴ്ച രാത്രി 6 അതിർത്തി പ്രവിശ്യകളിൽ അഫ്ഗാൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ റൈറ്റസ് ഫ്യൂറി ആരംഭിച്ചത്. ആക്രമണത്തിൽ 274 താലിബാൻ പോരാളികൾ കൊല്ലപ്പെട്ടതായും 115 ടാങ്കുകൾ പിടിച്ചെടുത്തതായും പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടു. അതേസമയം അഫ്ഗാൻ ആക്രമണത്തിൽ 12 പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടു. താലിബാൻ ആദ്യമായി പാകിസ്ഥാനിലെ നൌഷേര, അബോട്ടാബാദ്, സ്വാബി എന്നിവിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നതായി വിലയിരുത്തപ്പെടുന്നു. റഷ്യ, ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാനും ചർച്ചകൾ പുനരാരംഭിക്കാനും ആവശ്യപ്പെട്ടു. ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾ പരാജയപ്പെട്ടു. ഇറാന്റെ ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇസ്രയേലിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് ഒഴിഞ്ഞുപോരാൻ US നിർദ്ദേശിച്ചു. US-ഉം ഇറാനും തമ്മിലുള്ള 3ാം ഘട്ട പരോക്ഷ ചർച്ചകൾ കരാറില്ലാതെ അവസാനിച്ചു. ഇറാനിലെ ഫോഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ നിലയങ്ങൾ പൊളിച്ചുമാറ്റണമെന്ന US ആവശ്യം ഇറാൻ നിരസിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇസ്രായേലിലെ US എംബസിയിലുള്ള അവശ്യ ജീവനക്കാരല്ലാത്തവരോടും അവരുടെ കുടുംബത്തോടും ഉടൻ രാജ്യം വിടാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു. US തങ്ങളുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലും സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളും മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ട് സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നതായി സൂചന നൽകി. അടുത്തയാഴ്ച വിയന്നയിൽ സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മേഖലയിൽ യുദ്ധസാധ്യത നിലനിൽക്കുന്നു. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഗോർഡൻ ഡെന്റൺ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഗ്രീൻ പാർട്ടി അട്ടിമറി വിജയം നേടി. മെലാനിയ ട്രംപ് UN-ൽ ആദ്യമായാണ് ഒരു പ്രഥമ വനിത UN സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാരമൗണ്ട്, വാർണർ ബ്രോസ് ലയനം $111 ബില്യൺ ഏറ്റെടുക്കലിലൂടെ പുതിയ മീഡിയ സാമ്രാജ്യം രൂപപ്പെടുന്നു. നെറ്റ്ഫ്ലിക്സ് പിന്മാറിയതോടെ ലയനം ഉറപ്പായി. AI-യിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി ജാക്ക് ഡോഴ്സിയുടെ ബ്ലോക്ക് എന്ന കമ്പനി തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ 40% കുറവ് വരുത്തി. ജാക്ക് ഡോഴ്സിയുടെ ഫിൻടെക് കമ്പനിയായ ബ്ലോക്ക് തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ വൻതോതിലുള്ള കുറവ് വരുത്താൻ തീരുമാനിച്ചു. കമ്പനിയിലെ മൊത്തം ജീവനക്കാരുടെ 40%, ഏകദേശം 4000 പേരെ പിരിച്ചുവിടാനാണ് തീരുമാനം. ഇതോടെ ജീവനക്കാരുടെ എണ്ണം 10,000-ൽ നിന്ന് 6,000-ലേക്ക് ചുരുങ്ങും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളുടെ വളർച്ചയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. കുറഞ്ഞ ആളുകളെ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ AI സഹായിക്കുമെന്ന് ജാക്ക് ഡോഴ്സി വ്യക്തമാക്കി. കമ്പനിയുടെ സാമ്പത്തിക നില ഭദ്രമാണെങ്കിലും വരാനിരിക്കുന്ന വർഷങ്ങളിൽ കൂടുതൽ ലാഭമുണ്ടാക്കാനാണ് ഈ നീക്കം. പ്രഖ്യാപനത്തിന് പിന്നാലെ കമ്പനിയുടെ ഓഹരി വിലയിൽ 20% വർധനവ് രേഖപ്പെടുത്തി. പിരിച്ചുവിടപ്പെടുന്ന ജീവനക്കാർക്ക് 20 ആഴ്ചത്തെ ശമ്പളവും 6 മാസത്തെ ഇൻഷുറൻസ് പരിരക്ഷയും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചെറിയ ടീമുകളെ ഉപയോഗിച്ച് വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റലിജൻസ് നേറ്റീവ് കമ്പനിയായി ബ്ലോക്കിനെ മാറ്റാനാണ് ഡോഴ്സി ലക്ഷ്യമിടുന്നത്. മദ്യനയ കേസിൽ മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കോടതി കുറ്റവിമുക്തരാക്കി. എന്നാൽ ഈ ഉത്തരവിനെ CBI ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവം ഔദ്യോഗികമായി DMK-യിൽ ചേർന്നു. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി മുംബൈയിൽ എത്തിച്ചേർന്നു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗുജറാത്തിലെ സാനന്ദിൽ മൈക്രോൺ ടെക്നോളജിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സെമി കണ്ടക്ടർ മെമ്മറി മോഡ്യൂളുകൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങും. 2026 ഏപ്രിൽ 1 മുതൽ രാജ്യത്തുടനീളം 20% എഥനോൾ കലർന്ന പെട്രോൾ വിൽക്കുന്നത് സർക്കാർ നിർബന്ധമാക്കി. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ അധിക നിരക്കില്ലാതെ ടിക്കറ്റ് റദ്ദാക്കാനോ മാറ്റം വരുത്താനോ യാത്രക്കാരെ അനുവദിക്കുന്ന പുതിയ നിയമം DGCA നടപ്പിലാക്കി.